മുനമ്പം സമരം വീണ്ടും ശക്തമാക്കാൻ സമരസമിതി ഇന്ന് യോഗം ചേരുകയാണ്. ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് നിർണായക യോഗം. സമരം ശക്തമാക്കാനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. സർക്കാർ കബളിപ്പിച്ചെന്നാണ് സമരസമിതിയുടെ ആരോപണം. വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ യോഗം, അതിന്റെ അജണ്ട, സർക്കാർ കബളിപ്പിച്ചു എന്ന ഒരു പരിഭവം കൂടി ഉണ്ടല്ലോ സമരസമിതിക്ക്. കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത്രയും കാലം സർക്കാരിൻ്റെ നിലപാടുകളിലും സർക്കാർ നൽകിയ വാക്കുകളിലുമൊക്കെ വിശ്വാസമർപ്പിച്ച് സമരമിരുന്ന തങ്ങളെ സർക്കാർ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധിയുടെ പിന്നാലെ മുനമ്പം സമരസമിതി വ്യക്തമാക്കിയത്. അതായത് സർക്കാർ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തുടർ സമര പരിപാടികൾ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയാണ് ഇന്ന് സമരസമിതിയുടെ നിർണായക യോഗം നടക്കുക. അത് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇന്ന് ഈ യോഗത്തിൽ ഉണ്ടാവുക. അതിനുമപ്പുറത്തേക്ക് സർക്കാരിനെതിരായി കൂടി സമരമുറകൾ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് സമരസമിതിക്ക്. അതിനു മുൻപ് സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിനിധികളുമായി ചർച്ച നടത്തി തുടർ നിലപാട് എന്താണ് സർക്കാരിൻ്റേത് എന്നുള്ളത് അറിയാൻ കൂടി സമരസമിതി ശ്രമിക്കും. അതിനുശേഷമായിരിക്കും സർക്കാരിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യത്തിലൊരു ആലോചന ഉണ്ടാവുക. എന്തായാലും മുനമ്പത്ത് ആ സമരം നിലവിൽ നടക്കുന്നതിനേക്കാൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം ഇന്ന് ഈ മുനമ്പം സമരസമിതിയുടെ യോഗത്തിന് പുറമെ വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു വാർത്താ സമ്മേളനം കൂടിയുണ്ട്. അവർ പ്രതീക്ഷിച്ച വിധിയാണ്, അവർ കാത്തിരുന്ന വിധി തന്നെയാണ് വഖഫ് സംരക്ഷണ സമിതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. അവരുടെ തുടർ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി ഇന്ന് അറിയാനാകും. എന്തായാലും ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കോടതിയുടെ മറ്റ് ബെഞ്ചുകളെ തേടാനുള്ള സമീപിക്കാനുള്ള തീരുമാനം കൂടി സംരക്ഷണ സമിതി, മുനമ്പം സമരസമിതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുകൂടി ഇന്ന് അറിയാനാകും. എന്തായാലും വിധിക്ക് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്.